നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നിവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റുകളുടെ ഉടമയായ ശ്രീമാൻ വിവേക് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ബിസിനസ്സിലെ അനുഭവങ്ങളും നമ്മോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. താങ്കൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? കുട്ടിക്കാലം മുതലേ നല്ല ടേസ്റ്റി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടും പിന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആളുടെ പേര് അസീം എന്നാണ്. ആളിപ്പം നമ്മുടെ ഒപ്പമില്ല. ആളുടെ ഒരു ഇൻസ്പിറേഷനും ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലോട്ട് എത്തിയത്. താങ്കളുടെ ഈ റെസ്റ്റോറൻറ്റ്സിനെല്ലാം അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റ്സ് എന്ന ആ പേര് എന്തുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? അറേബ്യൻ ഗ്രിൽ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അറിയാലോ, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അറബിക് ഫുഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് അറേബ്യൻ ഗ്രിൽ എന്നുള്ള പേരിട്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ചൈനീസ് ഫുഡും ഇന്ത്യൻ ഫുഡും. അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറന്റ് പേരിടാൻ കാരണം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലുള്ള ജനങ്ങൾ അറബിക് ഫുഡ് കഴിക്കാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അറബിക് ഫുഡിനോട് എല്ലാവരും താല്പര്യമുള്ളവരാണ്. അതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറബിക് ഫുഡ് വളരെ ഹെൽത്തിയാണ്. തീരെ ഓയിലും ഫാറ്റ് ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഫുഡാണ് അറബിക് ഫുഡ്. പിന്നെ അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഈ അറബിക് ഫുഡ് നമ്മുടെ നാട്ടിലെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ലൊരു മാർക്കറ്റാണ് അറബിക് ഫുഡിനുള്ളത്. ഇതാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ അറബിക് ഫുഡാണ്. വേറെ നമുക്ക് ചൈനീസ് ഫുഡ് ഉണ്ട്, ഇന്ത്യൻ ഫുഡ് ഉണ്ട്, നമ്മുടെ മലബാർ എല്ലാ ഫുഡും ഉണ്ട്, നമ്മുടെ കേരള ഫുഡ് എല്ലാം ഉണ്ട്. അത് ശരി. ഇതില് ഈ നമ്മുടെ റെസ്റ്റോറന്റ് മെയിൻ ആയിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ്? നമുക്ക് ഇപ്പോ മൊത്തമായിട്ട് 4 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. 2 എറണാകുളത്തും, 1 പാലാരിവട്ടത്തും, 1 നമ്മുടെ വൈറ്റില എടപ്പള്ളി ബൈപ്പാസിൽ ചക്കരപ്പറമ്പ് എന്ന് പറയും, അവിടെയാണുള്ളത്. പിന്നെ 2 ഔട്ട്ലെറ്റ്സ് ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലും കൊക്കാല റെയിൽവേ സ്റ്റേഷനോട് സമീപം ആയിട്ടാണുള്ളത്. അവിടെയും എല്ലാം നമ്മൾ സെയിം ആണ്. എല്ലാം അറബിക് ഫുഡാണ് സ്പെഷ്യലൈസിങ്. ബാക്കി എല്ലാ ഫുഡും ഉണ്ട്. ഇതേ പ്രൊസീജിയറിലാണ്? എല്ലാം സെയിം പ്രൊസീജിയർ, സെയിം ടേസ്റ്റ്, എല്ലാ മസാലാസ് എല്ലാം സെയിം ആണ്. അപ്പൊ ഈ അറബിക് ഫുഡിന്റെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ കുക്സിനെ എവിടെ നിന്ന് കൊണ്ടുവരും? നമുക്ക് സ്പെഷ്യലൈസ്ഡ് കുക്കുകളുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും എക്സ്പീരിയൻസ് ഉള്ളതായിട്ടും അങ്ങനെയായിട്ടുള്ള പല പല കുക്കുകളുണ്ട്. നമ്മൾ അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് കുക്കിനെയാണ് ഈ അറബിക് ഫുഡിന് വേണ്ടി എടുക്കുന്നത്. ഇത് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നതിന് ടൈമിംഗ് എന്തെങ്കിലും ഉണ്ടോ? നോർമലി നമ്മൾ വൈകിട്ടാണ് സാധാരണ ഈ അറബിക് ഫുഡിന് നമ്മൾ വൈകിട്ടാണ് കൂടുതൽ അറബിക് ഫുഡുകൾ. അതായത് ഈവനിങ് 4 o'clock തൊട്ടാണ് നമ്മൾ അറബിക് ഫുഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ റെസ്റ്റോറന്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ സ്റ്റാർട്ട് ആവും. മീൽസും ബിരിയാണി, ചൈനീസ് ഫുഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. റൂഫ് ടോപ്പും ഉണ്ടല്ലേ? നമുക്ക് ബൈപ്പാസിലെ, അതായത് വൈറ്റില എടപ്പള്ളി ബൈപ്പാസിലുള്ള ഔട്ട്ലെറ്റില് നമുക്ക് ഒരു AC ഫ്ലോറും പിന്നെ മേലെ റൂഫ് ടോപ്പും ഉണ്ട്. ഡിന്നർ പാർട്ടീസ് എടുക്കാറുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റെസ്റ്റോറന്റ് ഫീൽഡ് അല്ലാതെ താങ്കൾ മറ്റെന്തെങ്കിലും ബിസിനസ് ഏർപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോ പല പല ബിസിനസ്സുകളുണ്ട്. എനിക്ക് തൃശ്ശൂർ വേറെ ലോഡ്ജിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അരക്കനട്ടിന്റെ ബിസിനസ് ഉണ്ട്. പിന്നെ ഞാൻ അയർലൻഡിലാണ് പഠിച്ചതും എല്ലാം. വിദ്യാഭ്യാസം എന്റെ മാസ്റ്റേഴ്സ് എല്ലാം അയർലൻഡിൽ ചെയ്ത്. അപ്പൊ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അയർലൻഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ദുബായിലും ഖത്തറിലെല്ലാം ചെറിയ ബിസിനസ്സുകളെല്ലാം ഉണ്ട്. ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്. ഈ ബിസിനസിനെ എല്ലാം താങ്കൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമുക്ക് എല്ലായിടത്തും നല്ല അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെയും ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ഇത് കൺട്രോളിംഗ് വരുന്നത് പണ്ട് ആൾക്കാർ ടെലിഫോൺ വഴിയായിരുന്നു. ഇപ്പോ ഇന്റർനെറ്റ്, അതേപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഈ പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുകൊണ്ട് ആ രീതിയിലും തീർച്ചയായിട്ടും ഇന്റർനെറ്റിലും എല്ലാം എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ കോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് എന്ത് ഡിഗ്രിയാണ് അയർലൻഡിൽ നിന്ന്? ഞാൻ MBA ആണ്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് അതിന്റെ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പൊ മാർക്കറ്റിംഗ് ടെക്നിക്കുകളെല്ലാം ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അയർലൻഡ് ടെക്നിക്സ് എല്ലാം ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ദുബായിൽ വേറെ എന്താ ബിസിനസ്? ദുബായിൽ എനിക്ക് കൺട്രോൾ പാനൽസിന്റെയും പവർ പാനൽസിന്റെയും ബിസിനസ് ഉണ്ട്. അത് ശരി. അതെങ്ങനെയാണത്? അത് മെയിൻലി നമ്മൾ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലാണ്, സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഈ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ വേണ്ട കൺട്രോൾ പാനൽസിന്റെയും പവർ പാനൽസിന്റെയും മാനുഫാക്ചറിങ് അസംബ്ലിംഗ് യൂണിറ്റ്സ് എല്ലാമാണ് ഉള്ളത്. ഈ ഓട്ടോമേഷൻ ബിസിനസ്സിൽ ഇതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരെ അവിടെ കിട്ടാറുണ്ടോ? അതെ, നമുക്ക് അതിനായിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല ഇതുകളുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം ആൾക്കാരെല്ലാവരും ഉണ്ട്. I think it's a difficult job എന്ന് പറഞ്ഞാൽ it is a bit difficult job actually, but നമുക്ക് പ്രോപ്പർ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ സ്റ്റാഫിനെ കിട്ടാൻ പ്രയാസമാണ്. അതാണ് ഈ ഫീൽഡിൽ അറിയുന്നവരും കുറവാണ്. അതായത് പ്രൊഫഷണൽ ആയിരിക്കണം, വളരെ സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആയിരിക്കണം. അല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
പിന്നെ വിവാഹം കഴിച്ച ആളാണോ? വിവാഹം കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ബിസിനസ് തിരക്കിനിടയിൽ സമയം കിട്ടാത്തതാണോ? സമയം കിട്ടാത്തതല്ല, ഇത്രയും നാള് ബിസിനസിന് വേണ്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനിയിപ്പോ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സമ്മർദ്ദം തീർച്ചയായിട്ടും വളരെയധികം സമ്മർദ്ദം. അത് ശരി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ പോയി ട്രാവൽ ചെയ്ത് വന്നും പോയി നിൽക്കും. വന്നും പോയി. അത് ശരി. അപ്പൊ ഇവിടുത്തെ ഈ എറണാകുളത്തെ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ? അതെ, എല്ലാത്തിലും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? എല്ലാത്തിലും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആസ് ഫാർ ആസ് നൗ എല്ലാത്തിലും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. താങ്കളുടെ എറണാകുളത്തും തൃശ്ശൂരുമുള്ള റെസ്റ്റോറന്റുകളിൽ ഫൈൻ ഡൈനിങ് അല്ലാതെ കസ്റ്റമേഴ്സിന് വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഫൈൻ ഡൈനിങ് അല്ലാതെ നമ്മൾ ഫ്രീ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിന് വേറെ ചാർജസ് ഒന്നും എടുക്കാറില്ല. അത് എത്ര കിലോമീറ്റർ വരെ? അത് നമ്മളൊരു 3 കിലോമീറ്റേഴ്സിനുള്ളിൽ. അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും? അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് സ്ട്രിക്ട്ലി നമ്മളൊരു 20 മിനിറ്റ്സ് ടൈമും വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ അപ്പൊ ഡെലിവറി ബോയ്സിനൊക്കെ ഒരുപാട് ഡെലിവറി ബോയ്സ് ഉണ്ട്, അതിനുള്ള വാഹനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് നമുക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്, ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഔട്ട്ഡോർ കാറ്ററിംഗും കണ്ടുപോകാനും ചെയ്യുന്നുണ്ട്. മാരേജ് ഫംഗ്ഷൻസ് നമ്മൾ നോർമലി എല്ലാ ഫംഗ്ഷൻസും ചെയ്യും. ബർത്ത്ഡേ പാർട്ടീസോ മാരേജ് ഫംഗ്ഷൻസ്, അങ്ങനെ ഒരുവിധം ഗെറ്റ് ടുഗെദേഴ്സ്, എല്ലാ പാർട്ടികളും. ഇത് എത്ര ജനങ്ങൾക്ക് നമുക്ക് ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് ആഹാരം കൊടുക്കാൻ? നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ച് ഇപ്പൊ എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതിന് കാറ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്റ്റാഫും എല്ലാം നമ്മൾ എക്യൂപ്ഡ് ആണ്. അത് ശരി. അറേബ്യൻ ഫുഡിനെ കുറിച്ച് താങ്കൾക്ക് പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിക്കാം. സൂപ്പ് ഒരു അറബിക് ഫുഡല്ല, നല്ല സൂപ്പ് ഉണ്ട് അറബിക് ഫുഡിൽ. സൂപ്പ് പല എല്ലാം നമുക്കറിയാലോ, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ മഷ്റൂം അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ്. അത് ഈ അറബിക് പ്രോപ്പർ അറബിക് എന്ന് പറയാൻ പറ്റില്ല. സൂപ്പ് ഒരു ചൈനീസ് ഡിഷാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്സും ഉണ്ട്. അറബിക്കിൽ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ, അറബിക്കിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ അറബിക് ഒരു ഓയിൽ ഫ്രീ ഫുഡാണ്, ഫാറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ഫുഡാണ്. അത് ശരീരത്തിന് വേറെ ദോഷങ്ങളോ അങ്ങനെ ഹാംഫുൾ എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരുവിധം എല്ലാം ഫാറ്റും ഇതിലത്തെ എല്ലാം ഉരുകി പോകുന്നതാണ് അറബിക് ഫുഡിലത്തെ. പിന്നെ അതിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ഷവായി ഉണ്ട്. ഷവായി എന്ന് പറയുമ്പോൾ ഗ്രിൽ ചിക്കൻ അറിയാലോ, ഷവായി അതെ. അപ്പോ ഷവായി ഉണ്ട്. പിന്നെ അതുകൂടാതെ അൽഫാം ഉണ്ട്, അല്ലെങ്കിൽ അതിന് ബാർബിക്യൂ എന്ന് പറയും. അത് ഈ കോളിലിട്ടിട്ടാണ്, കനലിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഷവർമ, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്തൂറും നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഷാണ്. ഇതില് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ കേരളീയർ, അതായത് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏത് ഫുഡാണ്? ഇപ്പൊ നമ്മുടെ അറബിക് ഫുഡില് ഇപ്പൊ ഷവായും അൽഫാമും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നാട്ടുകാർക്കെല്ലാം. കാരണം അൽഫാം എന്ന് പറയുമ്പോൾ കോളിൽ കുക്ക് ചെയ്യണതാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽഫാമിനൊരു സ്പെഷ്യൽ ചട്നി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വേറെ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് അൽഫാമിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ മിക്സ് ആണ്. ചട്നി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷവായി. അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഈ ചട്നി? ചട്നി മെയിൻലി കോക്കനട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ മസാലാസ് അറിയാലോ, നമ്മുടെ സീക്രട്ട് പെപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ഷവായിക്ക് ഒരു യൂറോപ്യൻ സാലഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മിക്സ്ഡ് വെജിറ്റബിൾസും കുറെ സാലഡ് വെജിറ്റബിൾസും കുറച്ച് ഓയിൽസും ഇതെല്ലാം കൂട്ടി ഒരു സാലഡ്. ഫോർമുല വെളിയിൽ വിടില്ല, അത് വിടില്ല. അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ചൈനീസ് ഫുഡും അറബിക് ഫുഡും ആൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഫുഡ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, ബട്ട് ഭാവിയിൽ ആഡ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. ശരി. അത്രയും ഏരിയയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ? ഈ റെസ്റ്റോറന്റിന് അത്രയും വിശാലമായ സ്ഥലമുണ്ട്? നമുക്ക് എല്ലാ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്? അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. രണ്ട് ഇപ്പൊ എറണാകുളത്തെ ഔട്ട്ലെറ്റ്സിലാണെങ്കിലും തൃശ്ശൂരത്തെ ഔട്ട്ലെറ്റ്സിലാണെങ്കിലും നമുക്ക് മോർ ദാൻ 100 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കേരളത്തിന് അകത്തോ പുറത്തോ ആയി ഈ അറേബ്യൻ റെസ്റ്റോറന്റ് പുതിയ ബ്രാഞ്ചുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോട്ടോ എന്ന് വെച്ചാൽ ഈ അറേബ്യൻ ഗ്രിൽ എന്നുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുവിധം ഡിസ്ട്രിക്ട്സിലെല്ലാം ഇത് പ്രചരിപ്പിക്കും ആക്കാനുള്ള പ്ലാൻസ് ഉണ്ട്. കേരളത്തിന് പുറത്തും പിന്നെ നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പുറത്തും എല്ലായിടത്തും ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. റെസ്റ്റോറന്റ് ഫീൽഡിൽ താങ്കൾ ബിസിനസ് ആരംഭിച്ചിട്ട് ഏറെ കാലമായി എന്ന് പറഞ്ഞു. ഏകദേശം എത്ര വർഷമായി കാണും? നമ്മുടെ അറേബ്യൻ ഗ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 വർഷത്തിന് മേലെ.